ത്തെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. കർത്താവിന്റെ വചനം. കർത്താവായ ഈശോമിശിഹായെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. വചനത്തിന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതിന് തടസ്സം നിൽക്കുന്ന പാപാവസ്ഥയിൽ നിന്ന് യേശുവേ രക്ഷക ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശ്വാസവും മാനസാന്തരവും നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയുമായി ഐക്യപ്പെട്ട് കൂട്ടായ്മയിൽ സുവിശേഷം പകർന്നു നൽകുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ നീ മാറ്റണമേ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, മിസ്സിയോ ടീമിന്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കറിഗ്മ കോഴ്സിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സുദിനത്തിൽ പ്രാർത്ഥനാ ഗാനത്തിലൂടെയും വചന വായനയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും നമുക്കായി മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ശ്രീ രജിത്തിനും ശ്രീമതി മേഴ്സി ദേവസിക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എഫെസൊസുകാർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ച് വിശ്വാസ പരിശീലന മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും അഭിനന്ദനങ്ങൾ. വിശ്വാസ പരിശീലന തലത്തിൽ ഇങ്ങനെ ഒരു കോഴ്സിന്റെ ആവശ്യകത മനസ്സിലാക്കി അതിനായി സധൈര്യം ഇറങ്ങിപ്പുറപ്പെട്ട് അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ റെൻ ഫാദർ മാത്യു ഉദിയത്തിനോടുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഈ സെഷനിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ അച്ഛനെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മിസ്സിയോ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അകമഴിഞ്ഞ സഹകരണം കാഴ്ചവെക്കുന്ന മിസ്സിയോ രക്ഷാധികാരി ആദരണീയനായ അഭിവന്യ മാർ ജോയ് ആലിപ്പാട്ട് പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നതിനോടൊപ്പം ഇന്ന് നമുക്കായി കൺക്ലൂഡിംഗ് മെസ്സേജും ബ്ലെസ്സിങ്സും നൽകുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ആദരണീയനായ അഭിവന്യ മടത്തിൽ പറമ്പിൽ പിതാവിനെ സ്നേഹാദരവുകളോടെ ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മിസ്സിയോ ടീമിന്റെ നെടുന്തൂണായ പ്രൊഫസർ ആലീസ് കുട്ടി ആന്റിയെയും മിസ്സിയോ ടീമിനെയും കോർഡിനേറ്റേഴ്സ്, ഇന്നത്തെ കറിഗ്മ കോഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനസ്സുകളെയും, ഇന്ന് വിവിധതരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോരുത്തരെയും, ഒപ്പം തന്നെ ഈ കോഴ്സിന്റെ വിജയത്തിനായി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ കാറ്റക്കിസം ടീച്ചേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അഭിവന്യ പിതാക്കന്മാരുടെയും ശ്രേഷ്ഠ വൈദികരുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായി ഈ ആത്മീയ യാത്രയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നാമുമായി പങ്കുവെക്കുന്നതിനായി ശ്രീ തുമ്മിച്ചൻ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ട അടിസ്ഥാന വ്യവസ്ഥകളെ കുറിച്ചാണ്. നമ്മളിന്ന് ഈ അടിസ്ഥാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. രക്ഷയുടെ അനുഭവം, സുവിശേഷ തീക്ഷ്ണത, യാഥാർത്ഥ്യബോധം, സുവിശേഷ ജീവിതം. ഈ 4 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. അല്പം പെട്ടെന്ന് നമ്മൾ കടന്നു പോകും. നമ്മൾ ആദ്യം രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് കാണുകയാണ്. സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രഥമ അപ്പസ്തോലിക ആഹ്വാനമായിട്ടുള്ള സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ പ്രകാരം പറയുന്നു: ഇന്ന് തന്നെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ നവീകരിക്കാൻ എല്ലായിടത്തുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ ക്ഷമിക്കുന്നു. കുറഞ്ഞപക്ഷം തങ്ങളെ കണ്ടുമുട്ടാൻ അവിടുത്തെ അനുവദിക്കുന്നതിനുള്ള തുറവിയെങ്കിലും ഉണ്ടാവണം. ഓരോ ദിവസവും മുടങ്ങാതെ അവിടുത്തെ തേടാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ക്ഷണം തന്നെ സംബന്ധിച്ചതല്ലെന്ന് ആരും വിചാരിക്കരുത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നമുക്ക് യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം, ആ കണ്ടുമുട്ടലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുക. ഈ കണ്ടുമുട്ടലിനെ കുറിച്ച് 8ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്: ഈ കണ്ടുമുട്ടലിന്റെ നവീകൃതമായ ഈ കണ്ടുമുട്ടലിന്റെ ഫലമായി ധന്യതയേകുന്ന ഒരു സൗഹൃദമായി വികസിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മുടെ സങ്കുചിതത്വത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും നാം വിമുക്തരാകുന്നു. എന്ന് പറഞ്ഞാല് യേശുവുമായിട്ട് നമ്മുടെ ഈ ബന്ധം വികസിക്കും തോറും നമ്മുടെ സങ്കുചിത മനോഭാവം എല്ലാം മാറി, നമ്മുടെ സ്വാർത്ഥതയെല്ലാം മാറി, എല്ലാവരെയും സഹായിക്കുന്ന, സഹകരിക്കുന്ന, എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും എന്ന് പറയുകയാണ്. ഇനി ഈ കണ്ടുമുട്ടലിനെ കുറിച്ച് തന്നെ പറയുക: പരമമായ വിമോചനത്തിന്റെ അനുഭവം സിദ്ധിച്ചിട്ട് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ അവബോധമുള്ളവനായി തീരുന്ന, നമുക്ക് മറ്റുള്ളവരെ ഈശോയുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ അവിടുന്ന് വളർത്തുകയാണ്. ഇനി സുവിശേഷത്തിന് 8ാമത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നു: സുവിശേഷവൽക്കരണത്തിലൂടെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളുടെയും സ്രോതസ്സും പ്രചോദനവും ഇവിടെ നാം കണ്ടെത്തുന്നു. നമ്മുടെ ജീവിതത്തിന് അതിന്റെ അർത്ഥം വീണ്ടെടുത്ത് നൽകുന്ന സ്നേഹം നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? അപ്പം രക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാ. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു സുവിശേഷ പ്രഘോഷകൻ ഒരിക്കലും ഒരു അധ്യാപകനാകാനല്ല, പ്രത്യുത സാക്ഷിയാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാണെന്നുള്ള ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, ആഴത്തിലുള്ള വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാത്ത ദൈവസ്നേഹ അനുഭവം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ള പ്രഘോഷണം സാധ്യമാവുകയുള്ളൂ. അപ്പം ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഉണ്ടാവേണ്ടതാണ്. നോക്കിയേ, ഇവാഞ്ചലി നൂൻസിയാന്തി സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുന്നു, പോൾ 6 മാർപ്പാപ്പ പറയുന്നു: ജനങ്ങളോട് നാം സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ തന്നെയും ദൈവത്തിന് അവിടുത്തെ അനന്ത കാരുണ്യത്തിൽ മറ്റു മാർഗങ്ങളിൽ കൂടി മനുഷ്യരക്ഷ നേടാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷ കൊണ്ടോ, ഭയം കൊണ്ടോ, ലജ്ജ കൊണ്ടോ, തെറ്റിദ്ധാരണ കൊണ്ടോ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്നാൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ, രക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സുവിശേഷ പ്രഘോഷണം നടത്താതിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഇവിടെ പറയുന്നു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. രക്ഷയുടെ അനുഭവം ഉണ്ടായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ ഈ ജ്വലനം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അത് അവനിൽ അങ്ങനെ ഒരു ജ്വലനം ഉണ്ടാകുമ്പോൾ അവനിൽ നിന്ന് അറിയാതെ പുറപ്പെടുന്ന ഒരു കാര്യമാണ് സുവിശേഷ തീക്ഷ്ണത എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സുവിശേഷത്തിനായുള്ള തീക്ഷ്ണത എന്നാൽ യേശുക്രിസ്തു എല്ലാവരാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും സേവിക്കപ്പെടാനുമുള്ള അദമ്യമായ ആഗ്രഹമാണ്. കൂടാതെ അവനെ ഓരോരുത്തരും സ്വീകരിക്കുക വഴി കൂടുതൽ യോഗ്യവും സ്വതന്ത്രവുമായ മനസ്സുള്ള നല്ല മനുഷ്യരായി എല്ലാവരും രൂപാന്തരപ്പെടണമെന്നുള്ള ഹൃദയപൂർവമായ ഒരു താല്പര്യമാണത്. നമ്മളൊരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പോയി നമ്മൾ പറയത്തില്ലേ നല്ലൊരു സിനിമയാണ് പോയി കാണണമെന്ന്. നമ്മളൊരു ഒരു മിക്സി മേടിച്ചാൽ, ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അയൽപക്കത്തുള്ളവരോട് പറയില്ലേ നല്ല വാഷിംഗ് മെഷീനാണ്,
നല്ല ഫംഗ്ഷനാണ്, നിങ്ങളും പോയി മേടിക്കണം എന്ന് പറഞ്ഞതുപോലെ സുവിശേഷ ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് സിദ്ധിച്ചാൽ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിപ്പോകുന്ന ഒരു കാര്യമാണ് സുവിശേഷ തീക്ഷ്ണത എന്ന് പറയുന്നത്. ഇവിടെ യേശുവിന്റെ തീക്ഷ്ണത നമുക്കാണ്. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. നോക്കി, നമ്മളൊക്കെ പറയാറുണ്ട് ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നല്ലേ. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ, എന്റെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്റെ ഭക്ഷണം എന്ന് പറയാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സ് വികസിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി ഈശോയുടെ സുവിശേഷ തീക്ഷ്ണത നോക്കിയേ. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഈശോയെ പിടിച്ച് അവരുടെ നേതാവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈശോ അവരോട് പറയുക, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. അയക്കപ്പെട്ടിരിക്കുന്നതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മറ്റു പട്ടണങ്ങളിൽ പോയേ പറ്റൂ എന്നവിടെ ഈശോ പറയുക. അതുപോലെ സമരിയക്കാരുടെ തീക്ഷ്ണത നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ എന്ന് പറയുക. അവൾ ആ ഈശോയെ കണ്ടുമുട്ടി ഉടൻ തന്നെ അവൾക്ക് അവളുടെ തീക്ഷ്ണത നോക്കി, അവൾ ഓടിപ്പോയി പട്ടണത്തെ മുഴുവനും രക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 2 കൊറിന്ത്യർ 11:23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ്ലീഹ തന്റെ തീക്ഷ്ണത വെളിപ്പെടുത്തുക. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഓരോ സമയം എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് പൗലോസ് കടന്നുപോയതെന്ന് 29-ാമത്തെ വചനം വരെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇനി അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നാൽ, എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. പൗലോസിന്റെ തീക്ഷ്ണത നമ്മളിവിടെ കാണുക. എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ ജീവൻ പോലും വില ഞാൻ കൽപ്പിക്കുന്നില്ല എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. നോക്കിയേ, സഭയുടെ തീക്ഷ്ണത നോക്കുക. എക്ലേസിയ ഇൻ ആസിയ, ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, ഏഷ്യയിലെ ജനങ്ങൾ ജീവന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ താൻ യേശുക്രിസ്തുവിൽ കണ്ട നവജീവനെ അവർക്ക് നൽകാൻ സഭ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. താഴെ പറയുക, ഏഷ്യ മുഴുവനും ക്രിസ്തുവിന്റെ ഉത്ഥിതനായ കർത്താവിന്റെ സമാധാനത്തിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെ ഏഷ്യയിലെ സഭയുടെ ഹൃദയം വിശ്രമമില്ലാത്തതായിരിക്കും. ഇങ്ങനെ നമുക്കൊന്ന് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കുമോ? ഏഷ്യയിലെ ജനം മുഴുവനും ക്രിസ്തുവിന്റെ, അതായത് ഉത്ഥിതനായ കർത്താവിന്റെ സമാധാനത്തിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ എന്റെ ഹൃദയം വിശ്രമമില്ലാത്തതായിരിക്കും എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? ആ ഒരു തീക്ഷ്ണത നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ അനുഭവിച്ച രക്ഷ ലോകം മുഴുവനുള്ള എല്ലാവരും അനുഭവിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഇനി എക്ലേസിയ ഇൻ ആസിയയിൽ തന്നെ 10-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ സത്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നത് വിശ്വാസദാനം സ്വീകരിച്ചിട്ടുള്ള സകലരുടെയും ഗൗരവപൂർണമായ കടമയാണ്. മനുഷ്യജാതിക്ക് മുഴുവനുമായി പകർന്നു നൽകാൻ ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്നും സ്വീകരിച്ച ഈ നവീനതയും സമ്പന്നതയും സഭയിലെ ഏതെങ്കിലും ക്രൈസ്തവനോ ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ഇത് കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല എന്ന് അസന്നിഗ്ധമായിട്ട് എക്ലേസിയ ഇൻ ആസിയ, ഏഷ്യയിലെ സഭ എന്ന അപ്പോസ്തോലിക ആഹ്വാനം പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുമുള്ള പ്രേക്ഷിതരെയാണ് ഇന്ന് ആവശ്യം. തീക്ഷ്ണതയുള്ളവരെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കെടാതെ നിൽക്കുന്ന തീയാണ് സുവിശേഷ തീക്ഷ്ണത. ഒരിക്കൽ ദൈവാനുഭവം ഉണ്ടായാൽ, ദൈവാനുഭവം എത്രമാത്രം വലിയ എന്താ പറയാ ആഴമായിട്ടുള്ള അനുഭവമാണോ അത്രയും വലിയ തീക്ഷ്ണത നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇനി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയാണ്. നമുക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടായി, സുവിശേഷ തീക്ഷ്ണതയുണ്ടായി, ഒറ്റ ഓട്ടത്തിന് പോയിട്ട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ല. സുവിശേഷ പ്രഘോഷകർക്ക് ഉണ്ടാവേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഈശോയുടെ യാഥാർത്ഥ്യ ബോധം. നമുക്കറിയാമല്ലോ, ഞാൻ നല്ല ഇടയനാണ് ഇങ്ങനെ പറഞ്ഞു ഒരു ഏതെങ്കിലും ഒരു മത നേതാവിനെയോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറെയോ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ എന്നെയും അറിയുന്നു,
ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. എനിക്ക് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് കാണിച്ചു തന്ന യാഥാർത്ഥ്യബോധത്തിന്റെ പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും വ്യക്തമായിട്ട് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. നോക്കിയേ, ഈ വയലിൽ നമുക്ക് എന്തെങ്കിലും വിതയ്ക്കാൻ പറ്റുമോ? അപ്പൊ വിതക്കാരന്റെ വയൽ എന്താണെന്ന് നമ്മൾ നോക്കുക. നാം ഒരുക്കപ്പെടേണ്ട മണ്ണ് മനുഷ്യരുടെ ഹൃദയമാണ്. നമ്മൾ വിതക്കാരാണ്, വചനപ്രഘോഷകരാണ്. ഓക്കെ, ഇനി വിതയ്ക്കേണ്ട വിത്ത് എന്താണ്? ജീവന്റെ വചനമാണ്. അതുപോലെ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നാം ആരോട് സംസാരിക്കാൻ പോകുന്നുവോ അവരുടെ വ്യക്തിത്വം, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ ജീവിത പശ്ചാത്തലങ്ങള്, അവരുടെ മൂല്യബോധം, അതുപോലെ അവരുടെ സംസ്കാരം, അവരുടെ സാമൂഹിക ചരിത്ര പാരമ്പര്യം, ആ പശ്ചാത്തലങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പം അവരെ നമ്മൾ നന്നായി പരിചയപ്പെടുകയും അവരുടെ അടുത്ത് നമ്മൾ നന്നായി അടുക്കുകയും, അതായത് ഇതുപോലുള്ളൊരു നമുക്കറിയാം, ഈ വയലിൽ നമുക്ക് വിതയ്ക്കാൻ പറ്റില്ലല്ലോ. ഇത് നല്ലതുപോലെ ഉഴുതുമറിച്ച് നല്ല പരുവത്തിനാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് അവിടെ വിതയ്ക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പറയുകയാണ്. ബോധ്യത്തോടെയും സ്നേഹത്തോടെയുമുള്ള സമീപനമായിരിക്കണം നമ്മുടേത്. നമ്മെ കാണുന്നവർക്ക് ഈശോയെ കാണാനും പരിചയപ്പെടാനും സാധിക്കത്തക്ക വിധത്തിൽ നമ്മൾ അവരോട് സമീപിക്കണം. ഇനി സ്വാധീനിക്കേണ്ട മേഖലകളാണ് അവരുടെ മൂല്യബോധത്തെ, അവരുടെ ജീവിത ശൈലികളെ, അവരുടെ തീരുമാനങ്ങളെ ഒക്കെ നമ്മൾ സ്വാധീനിക്കേണ്ട മേഖലകളാണ്. ഇനി ശ്രോതാവിന്റെ സംസ്കാരത്തിൽ സുവിശേഷം ജന്മമെടുക്കണം. ശ്രോതാവ് ഏത് അവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം. അതാണ് ഈശോ ചെയ്തത്. ഈശോ എല്ലായിടത്തും പോയി, നഫ്താലിയിലും സമരിയയിലും ഒക്കെ എല്ലാ വിജാതികളുടെ പ്രദേശങ്ങളിലൂടെയും ഈശോ കടന്നുപോയി. അവിടെ എല്ലാം ഇറങ്ങിച്ചെന്നാണ് ഈശോ അവരോട് സുവിശേഷം പ്രസംഗിച്ചത്. അതുപോലെ തന്നെ ശ്രോതാവിന്റെ പാപ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ അവരിലേക്ക് നമ്മൾ നന്നായി ഇറങ്ങിച്ചെന്നാലേ അത് സാധ്യമാവുകയുള്ളൂ. ഇതെല്ലാം പടിപടിയായി സ്വാധീനിക്കുന്ന ഒരു ശൈലി ആയിരിക്കണം നമ്മുടേത്. എടുത്തുപിടിച്ച് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഇനി സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രോതാവിന്റെ ജീവിതത്തിന്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കാനാവണം. അതിന് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇനി ദൈവത്തെയും തിന്മയുടെ ശക്തിയെയും അവനവനെയും മറ്റുള്ളവരെയും ലോകത്തെയും കുറിച്ചുള്ള ആഴമേറിയ ഒരു അവബോധമുള്ള പ്രഘോഷകർക്ക് മാത്രമേ കേൾവിക്കാർക്ക് സ്വീകാര്യമായ രീതിയിൽ സുവിശേഷം പങ്കുവയ്ക്കാനാവുകയുള്ളൂ. ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. നമുക്ക് അവനവനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിയണം. ഈശോ പറഞ്ഞില്ലേ, വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും അറിയായാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും തിന്മയുടെ ശക്തിയെക്കുറിച്ചും തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തെക്കുറിച്ചും അവനവനെയും മറ്റുള്ളവരെയും എല്ലാം പറ്റിയുള്ള ഒരു വ്യക്തമായ അറിവുള്ളവർക്ക് മാത്രമേ സുവിശേഷം അതിന്റെ പൂർണ്ണതയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഏഷ്യയിലെ സഭയിൽ പറയുന്നു, ഏഷ്യയിലെ വളരെയേറെ വൈവിധ്യം നിറഞ്ഞ സാഹചര്യങ്ങളുടെ സങ്കീർണത ആഴത്തിൽ അറിഞ്ഞുകൊണ്ടും സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ടും സഭ സുവിശേഷം പ്രഘോഷിക്കുന്നു. അങ്ങനെയാണ് നാം സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. ഇനി ഏഷ്യയിലെ സഭയിൽ തന്നെ 20 ഖണ്ഡികയിൽ വീണ്ടും പറയുന്നു, ജീവിതത്തെ സംബന്ധിച്ച അത്യഗാധങ്ങളായ ചോദ്യങ്ങൾക്ക് ഉത്തരമന്വേഷിക്കുന്ന മനുഷ്യരോടുള്ള ആദരവും മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനങ്ങളോടുള്ള ആദരവും നമ്മുടെ സുവിശേഷ പ്രഘോഷണ സമീപനത്തിൽ പ്രകടമാകണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പ്രിൻസിപ്പൽ ഏജന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. അപ്പം പരിശുദ്ധാത്മാവാണ് മുഖ്യ പ്രവർത്തകനെങ്കിൽ ഞാൻ ആരോട് സംസാരിക്കാൻ പോകുന്നു അവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ ആദരിക്കണം. അതുപോലെ നമ്മിൽ എല്ലാ ഈ ഉത്തരം അന്വേഷിക്കുന്ന മനുഷ്യരോട് നമുക്കൊരു ആദരവ് ഉണ്ടാവണം. അവരെല്ലാം ഒത്തിരി ചോദ്യങ്ങൾ കൊണ്ടാണ് മനസ്സിൽ നടക്കുന്നത്. സത്യാന്വേഷികളാണ്. സത്യാന്വേഷികൾക്ക് അവരന്വേഷിക്കുന്ന സത്യം കണ്ടെത്താനുള്ള ത്വരയുണ്ട്. അപ്പൊ ആ ആദരവോടുകൂടി വേണം നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ എന്ന് പറയുക. ഇനി സാഹചര്യങ്ങൾ എന്തായാലും ദൈവത്തിന് വേണ്ടി തീവ്രമായി ദാഹിക്കുന്ന ജനതകളുടെ ഇടയിലാണ് താൻ നിലകൊള്ളുന്നതെന്ന് സഭ മനസ്സിലാക്കുന്നു. എല്ലാ ദേശങ്ങൾക്കുമുള്ള സദ്വാർത്തയായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ ദാഹം പൂർണ്ണമായി ശമിപ്പിക്കാൻ കഴിയൂ എന്ന് സഭയ്ക്കറിയാം, നമുക്കും അറിയാമായിരിക്കണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റും ഒരു പ്രശ്നങ്ങളും കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും കരുതരുത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മളുടെ ഇടപെടൽ അവിടെ ആവശ്യമുണ്ട്. യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ഇത് പരിഹരിക്കാൻ കഴിയുകയില്ല. യേശുക്രിസ്തു ആരുടെ കയ്യിൽ നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ നമുക്ക് സ്വന്തമായുള്ള യേശുക്രിസ്തുവിനെ നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ രക്ഷ പ്രാപിക്കും, എങ്ങനെ അവരുടെ ദാഹം ശമിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനി മിഷണറിമാര് അവരെവിടൊക്കെ പ്രവർത്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലെ സാംസ്കാരിക ധാരകളിൽ നിർലീനരാകണമെന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർ ഇറങ്ങി ചെല്ലണം.
അതിനവർ സ്ഥലത്തെ ഭാഷ പഠിക്കണം, പ്രാദേശിക സംസ്കാരത്തിന്റെ പ്രധാന മുഖങ്ങൾ പരിചിതമാക്കണം, നേരിട്ടുള്ള പരിചയത്തിലൂടെ അവയുടെ മൂല്യതലങ്ങളെ കണ്ടെത്തണം. ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ജ്ഞാനം വിശ്വസനീയവും ഫലപ്രദവുമായ രീതിയിൽ ജനതകളുടെ മുമ്പിൽ വയ്ക്കാൻ അവർക്ക് കഴിയൂ. എനിക്ക് റിഡംതോറിസ് മിഷ്യോ, രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം ഓരോ പ്രദേശത്തുമുള്ള അവരുടെ ഇടങ്ങളിലേക്ക്, അവരുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ നിർലീനരാകണമെന്ന് പറയാം, ഇറങ്ങിച്ചെല്ലണം നമ്മൾ അവരിലേക്ക്. അതുപോലെ സാംസ്കാരിക സമന്വയത്തെ പറയാം. രക്ഷകന്റെ മിഷനിൽ തന്നെ പറയുന്നു, സാംസ്കാരിക സമന്വയം സുവിശേഷവൽക്കരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഗുണദോഷ വിചിന്തനത്തോടെ സംസ്കാരങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് വേറിട്ട് പോകാതെയും സംസ്കാരത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതെയും സംതുലിതമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇവിടെയാണ് നമ്മുടെ പക്വത വെളിപ്പെടേണ്ടത്. സംതുലിതമായ ഈ ഒരു സമീപനം അവിടെ ആവശ്യമാണ്. ഇനി സംസ്കാരം മനുഷ്യ സൃഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ അതിൽ പാപത്തിന്റെ പാടുകളുണ്ട്. ഇവിടെ പറയുക, രക്ഷകന്റെ മിഷനിൽ ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്, അത് സൗഖ്യമാക്കപ്പെടണം, മഹത്വീകരിക്കപ്പെടണം, പൂർണ്ണമാക്കപ്പെടണം. അത് സൗഖ്യമാക്കപ്പെടണമെങ്കിലും മഹത്വീകരിക്കപ്പെടണമെങ്കിലും പൂർണ്ണമാക്കപ്പെടണമെങ്കിലും യേശു ക്രിസ്തു അവിടെ എത്തണം. യേശു ക്രിസ്തുവിനെ അവിടെ കൊണ്ടുചെല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന കാര്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഇനി സുവിശേഷ പ്രഘോഷണം ഇവാഞ്ചലി നൂൻസിയാന്തിയുടെ 3-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ആധുനിക മനുഷ്യന് ക്രിസ്തീയ സന്ദേശം ഫലപ്രദമായി നൽകാനുള്ള മാർഗങ്ങൾ നിരന്തരം നാം ആരഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഒത്തിരി മാധ്യമങ്ങളുണ്ട്. നമുക്ക് ക്രിസ്തീയ സന്ദേശം ഫലപ്രദമായി ആധുനിക മനുഷ്യരെ പകർന്നു നൽകാൻ തക്ക വിധത്തിൽ അനേക കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഷെയർ ചെയ്യുകയായിരുന്നു, അദ്ദേഹം ഒരു ധ്യാനം കൂടാൻ പോയില്ല. അദ്ദേഹം ഈശോയെ കണ്ട കാര്യം പറയുക. ഒരു ദിവസം ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ, ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അദ്ദേഹം ഒരു പേപ്പർ കഷണം അവിടെ വഴിയിൽ കിടക്കുന്നത് പുള്ളി ശ്രദ്ധിച്ചു. വെറുതെ ഇത് എടുക്കണമെന്ന് തോന്നി. എടുത്ത് വായിച്ചപ്പോ അദ്ദേഹത്തിന് എന്തോ ഒരു സന്തോഷം തോന്നി. അടുത്തുള്ള പള്ളിയിലേക്ക് വെറുതെ അദ്ദേഹം ഈ ബസ്സിൽ കയറി പോകാതെ അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിൽ കയറി ഇരുന്ന് കുറെ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ തോന്നിയെന്നാ പറയാ, ഒരു ഇൻസ്പിരേഷൻ ഉള്ളിലേക്ക് വരിക. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അനേക ദിവസങ്ങൾ. അങ്ങനെ അതിനുശേഷം അടുത്തുള്ള ഒരു ദിവികാരുണ്യ ആരാധനയില്, നിത്യാരാധനയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും വായിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നീട് ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം അദ്ദേഹം ഒരു ബൈബിള് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു ആധുനിക ദൈവത്തിന് ഒത്തിരി പ്രവർത്തന രീതിയുണ്ട്. പക്ഷെ നമ്മളായിട്ട് ചെയ്യേണ്ടത് എന്താ? ക്രിസ്തീയ സന്ദേശം ഫലപ്രദമായി നൽകാനുള്ള അപ്പൊ നമ്മൾ ഓർക്കുക, ഒരു റീല് കണ്ടാൽ മതി ഒരുപക്ഷെ ഒരു മനുഷ്യന് ഒരു മാറ്റം ഉണ്ടാവാൻ. അപ്പൊ നമ്മളിലൂടെ എന്തെല്ലാം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി ഇവാഞ്ചലി നൂൻസിയാന്തി 76-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, സുവിശേഷ പ്രഘോഷകർ ദൈവത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരും അവിടുത്തോട് ഹൃദയ ഐക്യമുള്ളവരുമായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ സന്ദേശം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. ഇനി സുവിശേഷ തത്വങ്ങൾ അതത് സ്ഥലത്തെ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിവുള്ള രീതിയിലും ഭാഷയിലും ക്രമപ്പെടുത്തുകയും അവരുടെ ഭാഷയിൽ പ്രഘോഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സുവിശേഷ പ്രഘോഷണം പറയുകയാണ് നമ്മളോട്. ഇനി കാലത്തിന്റെയും സ്ഥലത്തിന്റെയും സംസ്കാരത്തിന്റെയും സാഹചര്യങ്ങളുടെ വൈവിധ്യം അനുസരിച്ച് അതിൽ സുവിശേഷവൽക്കരണം സ്വീകരിക്കേണ്ട രീതികൾ വ്യത്യസ്തങ്ങളായിരിക്കും. അവ കണ്ടുപിടിച്ച് പ്രയോഗിക്കുക എന്നത് നമ്മുടെ കഴിവുകളെയും അനുരൂപണ സാധ്യതകളെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. അപ്പം യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ്. ഇനി അടുത്ത 4-ാമത്തെ കാര്യമാണ് സുവിശേഷ ജീവിതം എന്ന് പറയുന്നത്. സുവിശേഷ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിത സാക്ഷ്യത്തിന്റെ പിൻബലം ഉണ്ടാവണം. ഒരു സുവിശേഷ പ്രഘോഷകനെ 4 ചുറ്റുമുള്ളവർ ഉറ്റുനോക്കുമെന്ന കാര്യം ഓർക്കുക. നമുക്ക് അഭിനയിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം തുറന്ന പുസ്തകം ആക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. അത് സുവിശേഷ പ്രഘോഷകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മതാധ്യാപകരെല്ലാം സുവിശേഷ പ്രഘോഷകരാണ്. കർത്താവിന്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുകാരാണെന്ന് ഓർക്കുക. നമ്മെ എല്ലാവരും നോക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ നോക്കും. അവരെല്ലാം നമ്മുടെ ജീവിത ശൈലി നോക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് അവർ ഉറ്റുനോക്കും. നമ്മളൊരു 5-ാമത്തെ സുവിശേഷമായി മാറണം. ജീവിതത്തിന്റെ പ്രഘോഷണ വാക്കുകളെക്കാൾ ഉച്ചത്തിലുള്ളതാണെന്ന് ഓർക്കുക. ഒരിക്കൽ സൗദി അറേബ്യയിൽ അണ്ടർഗ്രൗണ്ട് സൺഡേ സ്കൂളാണ്. അവിടുത്തെ സൺഡേ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ എന്നോട് പറയുക, അങ്കിൾ പ്രസംഗിക്കുമ്പോൾ, അങ്കിളും അച്ഛനും, അന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ആൻഡ്രൂസ് അച്ഛനും അങ്കിളും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ആരും നിങ്ങളുടെ വാക്കുകളിലല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ കണ്ണിലേക്കാണ് നോക്കുന്നത് നാം പറയുകയാണ്.
എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണിൽ നിന്നാണ് വിശ്വാസം പകർന്നു നൽകപ്പെടുന്നതെന്ന് ആ കൊച്ചൻ എനിക്കൊരു നല്ല സന്ദേശം തരികയാണ് ചെയ്തത്. നമ്മുടെ കണ്ണിന്റെ തീക്ഷ്ണത മറ്റുള്ളവരിലേക്ക് സുവിശേഷം പകർന്നു നൽകാൻ തക്ക വിധത്തിലുള്ള തീക്ഷ്ണതയായിരിക്കണം. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയൂ എന്ന് ഏഷ്യയിലെ സഭയുടെ 23ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ജീവിതത്തിന്റെ പ്രഘോഷണം വാക്കുകളെക്കാൾ ഉച്ചത്തിലുള്ളതാണ്. ഇനി പരസ്പരം വിടവുകളില്ലാത്ത ജീവിതവും പ്രഘോഷണവും വേണം. സുവിശേഷമാകാതെ ഒരുവന് സുവിശേഷം ഏകാനാവില്ല. പ്രഘോഷകന്റെ ജീവിതത്തിനും പ്രഘോഷണത്തിനും ആധികാരികത ലഭിക്കണമെങ്കിൽ രണ്ടും ഒന്നായിരിക്കണം എന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് എല്ലാം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ജീവിക്കുന്നതും പ്രസംഗിക്കുന്നതും തുല്യമാണോ എന്ന്. അല്ലെങ്കിൽ അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്കുകളായി മാറാൻ പോകുന്നത്. വിശ്വസിക്കുന്നത്, ജീവിക്കുന്ന പ്രസംഗിക്കുകയും ചെയ്യുന്ന സുവിശേഷ പ്രഘോഷകരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം, ദൈവത്തിനും. സത്യത്തിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഈ ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജീവിത നൈർമല്യവും പ്രാർത്ഥനാ ചൈതന്യവും എല്ലാവരോടും, വിശിഷ്യ പാവപ്പെട്ടവരോടും അവശരോടുമുള്ള സ്നേഹവുമാണ്. അതോടൊപ്പം അനുസരണശീലവും വിനയ മനോഭാവവും വിരക്തിയിലുള്ള നിഷ്ഠയും ത്യാഗസന്നദ്ധതയിൽ നമ്മിൽ പ്രകടമാകണം. വിശുദ്ധിയുടെ ഈ അടയാളങ്ങൾ ലോകം നമ്മിൽ പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ആധുനിക ലോകത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല. നോക്കിയേ, സാക്ഷ്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി ഏഷ്യയിലെ സഭയിൽ പറയുന്നു, ഏഷ്യയിലെ ജനങ്ങൾ ക്രിസ്ത്യാനികളിൽ നിന്ന് ഐക്യത്തിന്റെ വ്യക്തമായ അടയാളം പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഭജനത്തെ യേശുക്രിസ്തുവിന് നൽകുന്ന വിപരീത സാക്ഷ്യമായിട്ടാണ് അവർ കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എത്ര വിജിലന്റ് ആയിട്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ഇവാഞ്ചലി നൂൻസിയാന്തിയിൽ പറയുന്നു, ജീവിത രംഗങ്ങളിലെല്ലാം ഒരു ക്രൈസ്തവന്റെ ജീവിതം നിശബ്ദമായി സാക്ഷ്യം വഹിക്കുന്നെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയാന്തരങ്ങളിൽ അപ്രതിരോധ്യങ്ങളായ ചോദ്യങ്ങൾ താനെ പൊന്തി വരാതിരിക്കില്ല. അവർ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ജീവിക്കുന്നത്? അതൊരു വലിയ ചോദ്യചിഹ്നമായിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് ഇവർ ഇപ്രകാരം ജീവിക്കുന്നത്? ഇന്ന് ലോകം മുഴുവനുള്ള സാക്ഷ്യം അതാ. ക്രിസ്ത്യാനികൾ എത്രയധികം ഉപദ്രവിക്കപ്പെട്ടാലും അവർ നിശബ്ദരായി അതെല്ലാം സഹിക്കുക. അവരൊരിക്കലും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു യുദ്ധം ഉണ്ടാക്കാനോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവര് ആയുധം കയ്യിലെടുക്കാനോ ശ്രമിക്കുന്നില്ല. ഇതൊരു വലിയ സാക്ഷ്യമാണ്. ഈ നിശബ്ദ സാക്ഷ്യം യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ പ്രഘോഷണമാണെന്ന് പറയുക. നോക്കിയേ, ഇവാഞ്ചലി നൂൻസിയാന്തിയിൽ തന്നെ പറയുന്നു, ചിലപ്പോൾ ആശങ്കയോടും മറ്റു ചിലപ്പോൾ പ്രത്യാശയോടും കൂടി സത്യത്തെ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിന് നിരാശരോ നിരുത്സാഹരോ ഉത്കണ്ഠാകുലരോ ആയ സുവിശേഷ പ്രേക്ഷിതരിൽ നിന്ന് സുവിശേഷം സ്വീകരിക്കാൻ കഴിയുന്നതല്ല എന്നിവിടെ കൃത്യമായി പറയുക. പ്രത്യുത തീക്ഷ്ണമതികളും ഉജ്ജ്വലമായ ജീവിതം നയിക്കുന്നവരും ക്രിസ്തുവിന്റെ ആനന്ദം അനുഭവിക്കുന്നവരും ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനും സഭയെ ലോകത്തിൽ സുസ്ഥിരമാക്കുന്നതിനും വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിന് പോലും സന്നദ്ധരായ ധീരമതികളായ പ്രേക്ഷിതരിൽ നിന്ന് മാത്രമേ ലോകം സുവിശേഷ ചൈതന്യം നുകരുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവാഞ്ചലി നൂൻസിയാന്തി. ഇനി ക്രിസ്തീയ സാക്ഷ്യം രക്ഷകന്റെ മിഷൻ 42 പറയുന്നു, പ്രബോധകരിൽ എന്നതിനേക്കാൾ സാക്ഷ്യങ്ങളിലും പഠനങ്ങളിൽ എന്നതിനേക്കാൾ അനുഭവങ്ങളിലും സിദ്ധാന്തങ്ങളിൽ എന്നതിനേക്കാൾ ജീവിതത്തിലും പ്രവൃത്തിയിലുമാണ് ജനങ്ങൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ക്രിസ്തീയ ജീവിത സാക്ഷ്യമാണ് ഒന്നാമത്തേതും ഒഴിവാക്കാൻ പറ്റാത്തതുമായ മിഷൻ എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അനിവാര്യമായ ക്രിസ്തീയ അവബോധം എന്ന് പറയുന്നത് ദുഷ്ടനേക്കാൾ ശക്തനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ തങ്ങളുടെ സാന്നിധ്യത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദുഷ്ടനെ തകർക്കുകയും അവിടെ ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ പരിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്ക്രീൻ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ശക്തനെ നമ്മൾ ധരിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ലോകത്തിൽ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ പാപ സാഹചര്യങ്ങൾ അഥവാ പാപ സ്വാധീനങ്ങൾ ഉള്ളതിനാൽ ആ സാഹചര്യങ്ങളിൽ നിന്നും ഓടി അകലാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തനായ പരിശുദ്ധാത്മാവിനെ ലജ്ജിതനാക്കുന്ന പ്രവൃത്തിയായി പരിഗണിക്കപ്പെടും. പ്രത്യേകത നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തനായവനിൽ അവന്റെ ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ആ സാഹചര്യങ്ങളെ നാം പവിത്രമാക്കി മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓടി ഒളിക്കുകയല്ല വേണ്ടത്. കാരണം ഓർക്കുക, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
ഇനി എഫേസ്യർ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നു, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. എന്നിട്ട് വീണ്ടും പറയോ, 1 കൊരിന്ത്യർ 11:1 പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളവരാണ് യഥാർത്ഥ പ്രഘോഷകർ എന്ന് പറയുന്നത്. അപ്പം ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാ. നോക്കിയേ, സുവിശേഷ പ്രഘോഷണ ശകടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തില് നോക്കിയേ, ഇതൊരു വാഹനമാണ്. രക്ഷയുടെ അനുഭവം വേണം, സുവിശേഷ തീക്ഷ്ണത വേണം, യാഥാർത്ഥ്യ ബോധം വേണം, സുവിശേഷ ജീവിതം വേണം. ഒരു ടയർ പൊട്ടിയാൽ വാഹനം ഓടിക്കാൻ പറ്റില്ല. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സുവിശേഷ പ്രഘോഷകന് നല്ല പ്രഘോഷകനായിട്ട് ലോകത്തിൽ ദൈവത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളങ്ങി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ 4 അടിസ്ഥാന വ്യവസ്ഥകൾ നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ട 4 അടിസ്ഥാന തത്വങ്ങൾ നാമുമായി പങ്കുവെച്ച ശ്രീ തുമ്മിച്ചൻ അവറുകൾക്ക് സ്നേഹപൂർവ്വം നന്ദി. സുവിശേഷവൽക്കരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മെ നയിക്കുന്നതിനായി നമ്മോടൊപ്പമായിരിക്കുന്നു ശ്രീമതി ലിസമ്മ കോശി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മളോട് ടോമിച്ചൻ പങ്കുവെക്കുകയായിരുന്നു ഒരു സുവിശേഷ പ്രഘോഷകന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റീസിനെ പറ്റി. അതായത് രക്ഷയുടെ അനുഭവം ഉണ്ടാവണം, സുവിശേഷ ജീവിതം ഉണ്ടാവണം, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സുവിശേഷ തീഷ്ണതയിൽ വേണം സുവിശേഷം പങ്കുവയ്ക്കാനുള്ളത്. ആ സുവിശേഷ പ്രഘോഷണ പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമുക്കൊന്ന് പെട്ടെന്ന് കാണാവുന്നത്. ആദ്യമായിട്ട് ശിഷ്യത്വത്തിലുള്ള ജീവിതമാണ്. അതായത് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇപ്പം നമുക്കറിയാം ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അവരെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ സഭയിലായിരുന്നുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട്. ഇനിയും ഒരാളിലേക്ക് സുവിശേഷം എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് നല്ല ഒരു സൗഹൃദം സ്ഥാപിക്കണം. സ്നേഹബന്ധത്തിലായി അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരോട് സ്നേഹത്തോടെ ആയിരുന്നുകൊണ്ട് വേണം നമുക്ക് സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട്. അങ്ങനെ സുവിശേഷം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുക. അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഈശോയെ കണ്ടുമുട്ടിയ അനുഭവം, അതുപോലെ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾക്ക് അവരോട് പങ്കുവയ്ക്കേണ്ടത്. അത് വചനത്തിൻ്റെ പിൻബലത്തോടെ വളരെ നാച്ചുറലായിട്ട് സന്തോഷത്തോടെ അത് പങ്കുവയ്ക്കുമ്പോൾ അത് എല്ലാവർക്കും അത് സ്വീകാര്യം ആകുമെന്നുള്ളതാണ്. ഇനിയും നമ്മൾ ഈ വചനത്തിൻ്റെ പിൻബലത്തോടെ നമ്മൾ സുവിശേഷം പങ്കുവയ്ക്കുന്നു. അത് അതിനുശേഷം നമ്മൾ അവരോട് കെരിഗ്മ പ്രഘോഷിക്കുകയാണ്. എന്താണ് കെരിഗ്മ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവ സ്നേഹമാണ്. ദൈവം എല്ലാവരെയും വ്യക്തിപരമായിട്ട് യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ച് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് അതിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപാവസ്ഥയാണ്. എന്നാൽ ഈ പാപാവസ്ഥയിൽ നിന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തൻ്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നമ്മളെ എല്ലാവരെയും രക്ഷിച്ച് കഴിഞ്ഞതാണെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ പങ്കുവയ്ക്കുക. ഈ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെ പറ്റി അനുതപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ആദരം കൊണ്ട് പറഞ്ഞാൽ മതി. അപ്പോൾ
ദൈവം തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് നൽകും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴത്തേക്ക് ദൈവസ്നേഹം നമ്മളിൽ നിറയും. അപ്പൊ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് ദൈവസ്നേഹം പങ്കുവയ്ക്കാനും അങ്ങനെ സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരോടും സുവിശേഷം പങ്കുവെച്ചുകൊണ്ട് സഭയുടെ ദൗത്യത്തിൽ പങ്കുകാരായി സ്വർഗരാജ്യവും നിത്യജീവനം ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം എന്നുള്ള ആ കെറിഗ്മ അവരോട് പങ്കുവെക്കുക. അതിനുശേഷം അവരെ ഈ ഒരു ജീവിതത്തിലേക്ക്, സുവിശേഷ ജീവിതത്തിലേക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിൽ അവരെ ക്ഷണിക്കുക. ആ സുവിശേഷം ശ്രമിക്കുന്നവരോടുള്ള അവരോട് കൂടെയുള്ള ഒരു യാത്ര, സഹയാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയാകുന്ന കൂട്ടായ്മയിൽ അവരെ ഉൾച്ചേർക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ആണ് നമുക്ക് ഒരാളോട് ഫലപ്രദമായിട്ട് സുവിശേഷം പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഈ സ്ലൈഡ് കൂടി ഒന്ന് മുന്നോട്ട് പോകാം. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സൗഹൃദം സ്ഥാപിക്കുന്നത്. അതായത് ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്, അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ എന്ന് പ്രഭാഷകൻ 6:17 പറയുന്നു. അപ്പോൾ നമ്മൾ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അവരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള അവരുടെ ആധ്യാത്മികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അവരോട് ഇടപഴകാനും സംസാരിക്കാനും സൗഹൃദം സ്ഥാപിക്കുവാനായിട്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെങ്ങനെയാണ് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. കണ്ടോ, വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവം പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഈശോനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള അനുഭവം, കണ്ടുമുട്ടിയ സംഭവം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുക. കണ്ടുമുട്ടിയ ശേഷമുള്ള നമ്മുടെ ജീവിതം അത് മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന തരത്തിൽ പങ്കുവയ്ക്കുന്നു. അങ്ങനെ കെരിഗ്മ അവതരിപ്പിച്ച് ദിവസ്നേഹം, പാപാവസ്ഥ, യേശുരക്ഷ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധാത്മാവ് കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം എന്നീ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഈ സഭയാന്ന കൂട്ടായ്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു. ആ ക്ഷണത്തിൻ്റെ പിൻബലമായിട്ട് നമ്മൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സുവിശേഷം ശ്രമിക്കുന്നവരോടുള്ള സഹയാത്ര, അവരുടെ കൂടെയുള്ള യാത്ര വളരെ പ്രധാനപ്പെട്ട. അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചേർന്ന് നിന്ന് കൂട്ടായ്മയിൽ, സഭയാകുന്ന കൂട്ടായ്മയിൽ ഉൾച്ചേർത്തുകൊണ്ട് നമ്മൾ ആധികാരികമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുന്നു. അങ്ങനെ അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു പ്രക്രിയ തുടരുകയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാം. ശിഷ്യത്വത്തിൽ വളർന്ന് സൗഹൃദം സ്ഥാപിച്ച് അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് കെരിഗ്മ അവതരിപ്പിച്ച് ക്ഷണവും പ്രതിബദ്ധതയോടും കൂടെ സുവിശേഷം ശ്രമിക്കുന്നവരോടുള്ള സഹയാത്രയിൽ നടത്തിക്കൊണ്ട് കൂട്ടായ്മയെ ഉൾച്ചേർന്ന ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കാനായിട്ട് സാധിക്കും. ഈശോ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ആ വലിയ ദൗത്യം, മഹാകൽപ്പന ഏറ്റവും ഫലപ്രദമായിട്ട് നിറവേറ്റുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുവിശേഷ പ്രഘോഷണത്തിൽ നാം എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തന്ന ശ്രീമതി ലിസമ്മ കോശിക്ക് സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. കെറിഗ്മയും കാറ്റക്കിസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ശ്രീമതി നാൻസി ബോബനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കെറിഗ്മയും കാറ്റക്കീസവും, നമ്മൾ കെറിഗ്മ കാറ്റക്കീസം ഇതിന്റെ വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കെറിഗ്മ എന്നാല് പ്രാരംഭ പ്രഘോഷണം, കാറ്റക്കീസം മതബോധനം. പ്രവാചക ധർമ്മത്തിന്റെ 2 ഘട്ടങ്ങളാണ് ഈ പ്രാരംഭ പ്രഘോഷണവും മതബോധനവും. കെറിഗ്മയില് പ്രാരംഭ സുവിശേഷ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ കാറ്റക്കിസത്തിൽ ചെയ്യുന്നത് വിശ്വാസ പരിശീലനമാണ്.
കെരിഗ്മയും കാറ്റഗിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആദ്യം നമുക്ക് അതിന്റെ വാക്കുകളുടെ അർത്ഥത്തിലുള്ള വ്യത്യാസം കാണാം. കെരിഗ്മ എന്ന് പറഞ്ഞാല് പ്രഘോഷിക്കുക അല്ലെങ്കിൽ വിളിച്ചു പറയുക. അതേസമയം കാറ്റഗസിസ് എന്ന് പറയുന്നത് സംരക്ഷിക്കുക, നിലനിർത്തുക. അതായത് സുവിശേഷം പ്രഘോഷിച്ച് അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് സഭയുടെ മക്കളാക്കി സഭയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷ വിശ്വാസത്തിലേക്ക് വളർത്തുന്ന പ്രക്രിയയാണ് കെരിഗ്മ. അതേസമയം ആ വിശ്വാസത്തിലുള്ള ആളെ സംരക്ഷിക്കുക, നിലനിർത്തുക എന്നതാണ് കാറ്റഗിസ്. അതായത് മതബോധനത്തിലൂടെ അവർക്ക് കുദാശകളും പ്രാർത്ഥനകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ബൈബിൾ പഠിപ്പിച്ച് അവരെ ഈ വിശ്വാസത്തിൽ സംരക്ഷിക്കുക അല്ല നിലനിർത്തുക എന്നാണ് കാറ്റഗിസം മീൻ ചെയ്യുന്നത്. ഇനി കെരിഗ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയാകുക. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വിശ്വാസത്തിൽ വരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തന്നെ സ്വയം അനുതപിച്ച് പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഒരു പുതിയ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടി ആകുക. അതായത് വന്നിരുന്ന വഴിയിൽ നിന്നും മാറി നടന്ന് മാറി യേശുവിന് അടുത്തേക്ക് ചെയ്യുന്ന യാത്രയാണ് വീണ്ടും ജനിക്കുക എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് ഇത്രയും നാൾ ആയിരുന്ന ഒരു വ്യക്തി അനുതപിച്ച് കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറുക, ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായി മാറുകയാണ് ചെയ്യുന്നത്. കാറ്റഗിസത്തില് വിശ്വാസത്തിൽ സഭയുടെ അംഗമായി ക്രിസ്തുവിൽ വളരുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ കെരിഗ്മയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മരിച്ച് ഉയർത്ത മഹത്വീകൃതനായി രക്ഷകനും കർത്താവും നിശികായുമായി തീർന്ന യേശു ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുക എന്നതാണ് കെരിഗ്മയുടെ ഉള്ളടക്കം. അതേസമയം കാറ്റഗിസത്തില് വിശ്വാസ സത്യങ്ങള്, പ്രാർത്ഥനകൾ, ബൈബിൾ, സന്മാർഗിക തത്വങ്ങൾ എന്നിവയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കെരിഗ്മ സ്വീകരിക്കുന്നതിനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. വിശ്വസിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന പ്രക്രിയയാണ് കെരിഗ്മ സ്വീകരിക്കുന്നതിനുള്ള മാർഗം. എന്നാൽ യേശുവിന്റെ ഭൗതിക ശരീരമാകുന്ന സഭയിൽ ഉൾച്ചേർക്കുകയാണ് കാറ്റഗിസത്തിലൂടെ നടക്കുന്നത്. ഇനി കെരിഗ്മയുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത് യേശു ഏകരക്ഷകനും കർത്താവുമാണെന്നുള്ള സത്യം സുവിശേഷ പ്രഘോഷണത്തിലൂടെ കേൾക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിലൂടെ യേശുവാണ് ഏകരക്ഷകനും കർത്താവുമാണെന്നുള്ള സത്യമാണ്, നിത്യസത്യമാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളെ പ്രഘോഷിക്കുന്നത്. അതേസമയം കാറ്റഗിസത്തില് ദൈവജനത്തിന്റെ വിശുദ്ധി പുളിമാവ് പോലെ സ്വാധീനിച്ചു വളരുന്നു. അല്പം പുളിമാവ് മൊത്തം മാവിനെയും പൊളിപ്പിക്കുന്നത് പോലെയാണ് കാറ്റഗിസത്തില് അവർക്ക് കൊടുക്കുന്ന അറിവുകൾ. അത് പടിപടിയായി അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളർത്തുന്നു. കെരിഗ്മയുടെ അവതരണ രീതി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തോടെയുള്ള വിശ്വാസ പ്രത്യുത്തരത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലാണ് കെരിഗ്മ നമ്മൾ അവതരിപ്പിക്കുന്നത്. കെരിഗ്മ കേൾക്കുന്ന വ്യക്തി ഹൃദയം കൊണ്ട് കേൾക്കുന്ന വിശ്വാസ സത്യങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തോടെയുള്ള വിശ്വാസ പ്രത്യുത്തരിക്കുന്നത്. അങ്ങനെയാണ് കെരിഗ്മയുടെ അവതരണ രീതി.
അവിടെ അവരെ നെറ്റ് കട്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. പിരിയാതെ പുൽകി തഴുകുന്ന പരമപിതാവിൻ്റെ അനന്ത സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര ഒരു നാളും പിരിയാതെ പുൽകി തഴുകുന്ന പരമപിതാവിൻ്റെ ആനന്ദ സ്നേഹം അമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമേ സ്നേഹബലം വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ആത്മാവിലാഴുന്ന ദൈവസ്നേഹം ഒരു നാളും പിരിയാതെ പുൽകി ലിറ്റി അടുത്ത പ്രോഗ്രാമിനായിട്ട് വിളിച്ചോളൂ. അവര് നെറ്റ് കട്ട് ചെയ്ത കാരണം തോന്നുന്നു. കറിഗ്മയും കാറ്റഗീസും തമ്മിലുള്ള വ്യത്യാസം വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തന്ന ശ്രീമതി നാൻസി ചേച്ചിക്ക് ഏറെ നന്ദി. കെറിഗ്മ കോഴ്സിന്റെ അനുഭവങ്ങൾ നാമുമായിട്ട് ഷെയർ ചെയ്യുകയാണ് വേളാങ്കണ്ണി മാതാ ഇടവക കൊല്ലം രൂപത മാതാധിപതിയായ ശ്രീമതി മെറീന ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ ഷെയറിങ്ങിനായി ക്ഷണിക്കുന്നു.
അവിടെ അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 4-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 20-ാം തീയതി വരെ നമ്മൾ 10 ദിവസത്തോളം ഈ കോഴ്സിലൂടെ കടന്നു വന്നപ്പോൾ വ്യക്തിപരമായി ഈശോയോട് കൂടുതൽ അടുക്കാൻ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞും കുഞ്ഞുങ്ങളെ ക്രിസ്തു വിശ്വാസത്തിൽ മുന്നോട്ട് നയിക്കുവാൻ കുറച്ചുകൂടി എങ്ങനെയായിരിക്കണം നമ്മൾ വ്യക്തിപരമായി ക്രിസ്തീയ ജീവിതത്തിൽ സാക്ഷികളായിരിക്കുക, ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അഭിവന്യ പിതാക്കന്മാരുടെയും ശ്രേഷ്ഠ വൈദികരുടെയും അൽമായ സഹോദരങ്ങളും ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞു. സ്വന്തം അനുഭവം നമ്മുമായിട്ട് പങ്കുവെച്ച ശ്രീമതി മെറീന ചേച്ചിക്ക് നന്ദി. കുട്ടികളുടെ ഭാവി ശോഭനമാക്കുന്നതിനായി ആത്മീയ വളർച്ച സാധ്യമാകുന്ന ഒരു പ്രധാന വേദിയാണ് കാറ്റക്കിസം ക്ലാസ്സസ്. കുട്ടികളെ വിശ്വാസത്തിൽ ജനിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ മതാധ്യാപകർക്കായി ഒരുക്കിയ കെറിഗ്മയുടെ കൺക്ലൂഡിംഗ് സെഷൻ ആത്മീയ വചസ്സുകളാലും അനുഗ്രഹ ആശസ്സുകളാലും ധന്യമാക്കുന്നതിനായി നമ്മോടൊപ്പമായിരിക്കുന്ന ആദരണീയനായ അഭിമന്യ മടത്തിൽപ്പറമ്പിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൺക്ലൂഡിംഗ് മെസ്സേജിനും ബ്ലെസ്സിങ്സിനും നൽകുന്നതിനായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛാ, പിതാവ് വന്നിട്ടുണ്ടോ? പിതാവില്ലേ? മാത്യച്ച, ഹലോ, പിതാവ് കയറിയിട്ടുണ്ടോ? പിതാവേ കയറാൻ വൈകിട്ടുണ്ട്. പിതാവിന് മെസ്സേജ് ഇത് കിട്ടിയത്, ലിങ്ക് കിട്ടിയത് താമസിച്ചാണ്. ഓക്കെ, നമുക്കൊരു പാട്ടിട്ട് കൊണ്ട് കുറച്ചു നേരം പിതാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ 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 ഓക്കെ, ശരി. താങ്ക് യു. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. യെശയ്യാ 59:2. നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. യെശയ്യാ 59:2.
നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നൊരിൻ ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. ബന്ധങ്ങളെല്ലാം തകർന്നൊരിൻ ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. മോചനം നൽകുവാനാരുണ്ടു ഭൂമിയിൽ? കേഴുന്നു നാഥാ രക്ഷകനേ. മോചനം നൽകുവാനാരുണ്ടു ഭൂമിയിൽ? കേഴുന്നു നാഥാ രക്ഷകനേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ദേഹവും ദേഹിയുമിരുളിലമർന്നിത കേഴുന്നു നാഥാ രക്ഷകനേ. ദേഹവും ദേഹിയും ഇരുളിലമർന്നിത കേഴുന്നു നാഥാ രക്ഷകനേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. സ്വർഗീയ സ്നേഹമേ നമുക്ക് പിതാവ് വരുന്നതുവരെ തടസ്സപ്പെട്ട നമ്മുടെ കരിഗ്മ കാറ്റഗിസം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അതൊന്ന് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. നാൻസി ചേച്ചി
ഓക്കെ. പിതാവ് ഒരു മിനിറ്റ്, പിതാവ് വന്നിട്ടുണ്ട്. ഓക്കെ പിതാവ്, ക്യാമറ ഓക്കെ ആണ്. പിതാവിനെ കേൾക്കാണ്ട് പിതാവ്. ഓക്കെ. സ്നേഹം നിറഞ്ഞ പുതിയ തച്ച, ഈ കെറിഗ്മ കോഴ്സിൽ, ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മത അധ്യാപകരെ, നിങ്ങൾക്കൊരു നല്ല നിമിഷം ഞാൻ ആശംസിക്കുകയാണ്. KLCCBCയുടെ വിശ്വാസ പരിശീലന കമ്മീഷൻ വിശ്വാസ പരിശീലകരാകുവാനായിട്ട് കടന്നു വരുന്ന വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള വിശ്വാസ പരിശീലകർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഒരു പ്രൈമറി കോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കെറിഗ്മ കോഴ്സ് നിങ്ങൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ നിങ്ങളുടെ ഈ തീർത്ഥാടന യാത്രയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് പുതിയ അത്തച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു മനസ്സോടുകൂടി ഇതിൻ്റെ പിന്നിലായിരിക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് 114 പേരോളം ഈ 10 ദിവസത്തെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാന ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമേ തന്നെ KLCBCയിലെ എല്ലാ മെത്രാന്മാരുടെയും പേരിൽ വിശ്വാസ പരിശീലകരായി തീരുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. പല രൂപതകളിലും ഇതൊരു വേതനമൊന്നുമില്ലാത്ത ഒരു നിഷ്കാമ കർമ്മയാണ് എന്നെനിക്കറിയാം. നിങ്ങളുടെ സമയവും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസം പകർന്നു നൽകുവാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് ഇതിനെ നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് ദൈവം നിങ്ങൾക്ക് 100 മടങ്ങായിട്ട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം നിങ്ങൾ ഒരു വിശ്വാസ പരിശീലകരായി നിങ്ങളുടെ ഇടവകളിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളോടുകൂടി യാത്ര ചെയ്യുകയാണ്. അതൊരു തീർത്ഥാടനമാണ്, വിശ്വാസത്തിന്റെ തീർത്ഥാടനം. നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കേണ്ടത് ഉദ്ധിതനെ കുറിച്ചായിരിക്കണം. നിങ്ങളുടെ ഈ യാത്രയിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്തയും അവസാനം അവർ പറയേണ്ടതായിട്ടുള്ള വചനങ്ങൾ സുവിശേഷത്തിലെ എമ്മാവുസിലെ ശിഷ്യന്മാരുടെ അനുഭവമായി തീരണം. നിങ്ങൾ സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് അവർ പറയാൻ കാരണമാകണം. വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ജീവിതത്തിലൂടെ. ഇതിനുള്ളൊരു സാക്ഷ്യത്തിന്റെ അവസരമായി ഈ വിശ്വാസ പരിശീലനം മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ വിശ്വാസ പരിശീലകരായി നിങ്ങൾ മാറുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ചെറിയ തെളിച്ചം അതിനെ ഒന്ന് ഊതി പൊലിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ, നിങ്ങളുടെ മതാധ്യാപകരിലൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരിലൂടെ, അഭിവന്യ പിതാക്കന്മാരിലൂടെ ഒക്കെ നിങ്ങൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിന്റെ തീ നിങ്ങൾക്ക് ജ്വലിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ വിശ്വാസ പരിശീലനത്തിന്റെ അവസരമെന്ന് മനസ്സിൽ കുറിച്ചിടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മകളും അനുഗ്രഹവും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ആത്മാർത്ഥതയോടെ, വിശുദ്ധിയോടെ, ഏറെ സന്തോഷത്തോടുകൂടി ഇതൊരു ശുശ്രൂഷയായി കണ്ടുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വിശ്വാസത്തിന്റെ സാക്ഷികളായി മാറാൻ, പ്രത്യേകിച്ച് നമ്മൾ ഉത്ഥാനത്തിന്റെ പെസഹ കാലത്തിന്റെ അവസാന നാളുകളിലെ പെന്തക്കോസ്ത അനുഭവമാണ്. അപ്പൊ പെന്തക്കോസ്തയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് ഒരു വിശ്വാസ തീഷ്ണതയുടെ
പകർന്നു കൊടുക്കലിൻ്റെ ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ 10 ദിവസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സജഷൻസും, നിങ്ങൾക്കിത് ഉപകാരപ്രദമായില്ല എങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്ത് സജഷൻസും അല്ലെങ്കിൽ കുറച്ചും കൂടെ മനോഹരമാക്കാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പറയാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എങ്കിലും കഴിഞ്ഞുപോയ നാളുകൾ വെച്ച് ഉള്ള അനുഭവത്തിൽ നിന്നും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ പിന്നെ പ്രവർത്തിച്ച സ്നേഹം നിറഞ്ഞ വൈദികര് ഒരുങ്ങി നിങ്ങൾക്ക് ക്ലാസ്സുകൾ നയിച്ചു. ഇവയ്ക്കെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ പുതിയ അത്തച്ഛനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഉയർക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അധ്യയന വർഷം കൂടുതൽ സന്തോഷവും വിശുദ്ധിയും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു അച്ഛ. അനുഗ്രഹ സമ്പന്നമായ ധന്യവാക്കുകളാൽ ഇന്നത്തെ ഈ സെഷനെ അർത്ഥപൂർണമാക്കി നമുക്ക് ആത്മീയ വചസ്സുകൾ നൽകിയ അഭിമന്യ പിതാവിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. മത അധ്യാപനവും സുവിശേഷ പ്രഘോഷണമാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ വിശ്വാസത്തിൽ ജനിപ്പിക്കുന്നതിന് സഹായകമാകുന്ന 7 നിത്യസത്യങ്ങൾ അടങ്ങുന്ന കരിക്മ കോഴ്സ് കാറ്റക്കിസം ടീച്ചേഴ്സിനായി ഒരുക്കിയ മാത്യു അച്ഛനെ വോട്ട് ഓഫ് താങ്ക്സിനായി ബഹുമാനത്തോടെ അഭിമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ പിതാവേ, മിസ്സിയോയിലെ അംഗങ്ങളെ, ഈ കരിക്മ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മതാധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ മെയ് 4-ാം തീയതി മുതൽ ആരംഭിച്ച ഈ ഒരു കരിക്മ കോഴ്സിലൂടെ ഏതാണ്ട് 160ഓളം പേര് ഈ ഒരു കോഴ്സിൽ പങ്കെടുത്ത് ഈ ഒരു കോഴ്സിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഇന്ന് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു അടിസ്ഥാന അറിവുകൾ പകർന്നു നൽകുവാനായിട്ട്, അല്ലെങ്കിൽ അറിവ് നേടുവാനായിട്ട്, അടിസ്ഥാന സുവിശേഷ സത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഒരു പുതിയൊരു പെന്തക്കോസ്ത അനുഭവം ഈ ദിവസങ്ങളിൽ, 10 ദിവസങ്ങളിലൂടെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് ഈ കോഴ്സിൽ പങ്കെടുത്ത എല്ലാവരുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഈ ഒരു കോഴ്സ് സമാപിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും അധികമായിട്ട് പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദിയോടും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. KRCBCയുടെ പേരിൽ ആഭിമുഖ്യത്തിൽ ഈ ഒരു കോഴ്സ് നടത്തുവാനായിട്ടുള്ള അനുഗ്രഹവും അനുവാദവും ആശീർവാദവും ഒക്കെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് നമ്മളോടൊപ്പമുണ്ട്. അഭിമന്യ പിതാവാണ് വിശ്വാസ പരിശീലന കമ്മീഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യ പിതാവിൻ്റെ ഈ സാന്നിധ്യത്തിനും പ്രോത്സാഹനത്തിനും പ്രത്യേകമായിട്ടും എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. ഈ കോഴ്സ് നടത്തുവാനായിട്ടുള്ള സഹായം, പ്രത്യേകിച്ച് ഈ ഓരോ ക്ലാസ്സുകളും നയിക്കുവാനായിട്ട് ഓരോരുത്തരെയും കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരെ ഒരുക്കുകയും ഒക്കെ ചെയ്ത ടീമാണ് മിസ്സിയോ ടീം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആലിസുട്ടി ചേച്ചിയെയും അതുപോലെ ടോമിച്ചൻ ബ്രദറിനെയും ഞാൻ വളരെയേറെ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട്
വേദന അല്ലെങ്കിൽ കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിൽ എടുത്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയാം. ഇങ്ങനെ ഓരോരുത്തരെയും ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അവരെ ഒരുക്കി ഇതിനു വേണ്ടിയിട്ട് വിടുവാനായിട്ട് കാരണമായതും ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. പല തിരക്കുകളും ഇതിനിടക്കുണ്ടായിട്ടും പല കോഴ്സ് നടത്താനും യാത്രയിലും ഒക്കെ ആയിരുന്ന സമയത്തൊക്കെ ഈ കോഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് നടത്താനായിട്ട്, ആ കൃത്യസമയത്ത് ആരംഭിക്കാനായിട്ടും കൃത്യസമയത്ത് ഓരോരുത്തരുടേതായിട്ടുള്ള ആ ദൗത്യങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെ പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഈ ടീമിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ആലിസുട്ടി ചേച്ചിക്കും ടോമിച്ചൻ ബ്രദറിനും അതുപോലെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാ രൂപതകളിൽ നിന്ന് തന്നെ ഏതാനും ചില രൂപതകളിൽ മാത്രമായിട്ടാണ് ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ രൂപതകളിൽ നിന്ന് തന്നെ വിശ്വാസ പരിശീലകരായിട്ടുള്ള പുതിയതായിട്ടുള്ളവരും ഒക്കെ പങ്കെടുക്കുവാനായിട്ട് തയ്യാറായിട്ട് വരികയും സമയത്ത് അവർ ജോയിൻ ചെയ്യുകയും ഏതാണ്ട് ഒരു 90% പേരും സമയം ആദ്യാന്ത്യം ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയതെന്ന് അതിൻ്റെ എണ്ണം നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാ ദിവസവും തന്നെ അത് നോക്കുമായിരുന്നു. എങ്ങനെയായാലും ഒരു 115, 120 മേലെ അധ്യാപകർ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെ ഈ ഒരു കോഴ്സ് കൂടാനായിട്ടും അതിന് അറ്റൻഡ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരു താല്പര്യം ആണ് ആ ടീച്ചേഴ്സ് കാണിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ മതാധ്യാപകരായിട്ടുള്ള അൽമായ സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരെല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ കിട്ടിയ അനുഭവം അത് നമ്മുടെ കുഞ്ഞുമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസ പരിശീലന രംഗങ്ങളിൽ ഏതൊരു വേദി കിട്ടിയാലും നമുക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഈശോയുടെ ഈ സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ധൈര്യപൂർവ്വം നമുക്ക് ചെയ്യുവാനായിട്ട് അത് സാധിക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തതിലൂടെ. അത് വ്യക്തിപരമായ ഒരു അനുഭവം കൂടിയാണ് ഞാനത് പറയുവാനായിട്ട് കാരണം. അപ്പോൾ ഇത് പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കഴിയട്ടെ എന്നുകൂടി ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഈ കോഴ്സിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. സർവശക്തനായ ദൈവമാണ് നമുക്ക് ഈ ഒരു നല്ലൊരു അവസരം ഒരുക്കി തന്നത്. ദൈവത്തിന് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. കൂടുതൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഇടങ്ങളിലായിരുന്നാലും അവിടെയൊക്കെ നമുക്ക് ഈ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ കോഴ്സിന് വേണ്ടിയിട്ട് സഹായിക്കുകയും സഹകരിക്കുകയും പിന്നിൽ നിന്നുമൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ഹൃദ്യമായ ഭാഷയിൽ ഏവർക്കും കൃതജ്ഞത അർപ്പിച്ച മാത്യു അച്ഛനും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ മണിക്കൂറുകൾ അനുഗ്രഹപ്രദമാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. ക്ലോസിംഗ് സോങ്ങിനായി ശ്രീ രജിത്തിനെ ക്ഷണിക്കുന്നു. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി ചെയ്തൊരു
അച്ഛൻ ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദിയുടെ ഗാനവുമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശ്രീ രജിത്തിന് നന്ദി. അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ് കരിഷ്മ കോഴ്സ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഈ കോഴ്സിന്റെ വിജയത്തിനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും ഈ കോഴ്സിൽ പങ്കെടുത്തവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിൽ യേശു വളർന്നതുപോലെ നമുക്ക് ലഭിക്കുന്ന കുട്ടികളെയും വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മത അധ്യാപകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ശുഭരാത്രി. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് ലിറ്റി റോണി.